നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേശ്വരി. പ്രധാന വാർത്തകൾ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡെർ ബെല്ലനുമായി ചർച്ച നടത്തി. ഇന്ത്യൻ പൌരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ ഖത്തർ ഗവൺമെന്റ് വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് പ്രധാനമന്ത്രി. കൂടുതൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ വന്ദേ ഭാരത് ദൌത്യം രണ്ടാം ഘട്ടം അടുത്ത മാസം 13 വരെ തുടരുമെന്ന് എസ് ജയശങ്കർ. ഇറാനിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നതായും കേന്ദ്രമന്ത്രി. ലോകത്തിൽ ഏറ്റവും കുറവ് കോവിഡ് മരണനിരക്കുള്ള രാജ്യം ഇന്ത്യയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗമുക്തി നിരക്ക് 41% ഉയർന്നു. ആരോഗ്യ സേതു ഇനി ഓപ്പൺ സോഴ്സ് ആപ്പ്. സുതാര്യതയും സ്വകാര്യതയും സുരക്ഷയും ആരോഗ്യ സേതു ആപ്പിന്റെ മുഖമുദ്രയെന്ന് നീതി ആയോഗ് സിഇഒ അമിതാഭ് കാന്ത്. സംസ്ഥാനത്ത് 67 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കേരളം ഇപ്പോൾ കോവിഡ് സമൂഹവ്യാപന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ലെന്നും ജാഗ്രത തുടരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്ത് കോവിഡ്-19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 56 ലക്ഷം കവിഞ്ഞു. മരണസംഖ്യ 3.5 ലക്ഷം കടന്നു. അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം 1,544,000. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ തനിയുമായി കോവിഡ്-19 ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇന്ത്യൻ പൌരന്മാരെ സംരക്ഷിക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി ഖത്തർ ഗവൺമെന്റ് വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമീറിനോട് പറഞ്ഞു. ഇന്ത്യയിലെ ആരോഗ്യ പ്രവർത്തകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് അമീർ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. ഇന്നലെ ടെലിഫോണിലായിരുന്നു ഇരു നേതാക്കളും ചർച്ച നടത്തിയത്. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡെർ ബെല്ലനുമായും ടെലിഫോണിലൂടെ ആശയവിനിമയം നടത്തി. കോവിഡ്-19 ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതിഗതികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉംപുൻ ചുഴലിക്കാറ്റിൽ ഇന്ത്യയ്ക്കുണ്ടായ നഷ്ടത്തിൽ ദുഃഖമുണ്ടെന്ന് ഓസ്ട്രിയൻ പ്രസിഡന്റ് പറഞ്ഞു. ഈ മാസം 16 ആരംഭിച്ച വന്ദേ ഭാരത് മിഷന്റെ രണ്ടാം ഘട്ടം അടുത്ത മാസം 13 വരെ തുടരുമെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള രണ്ടാം ഘട്ടത്തിൽ 60 രാജ്യങ്ങളിലെ 1 ലക്ഷത്തോളം ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വന്ദേ ഭാരത് ദൌത്യം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നടന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൌത്യത്തിന്റെ ആദ്യഘട്ടങ്ങൾ വിജയകരമാക്കാൻ സഹായിച്ച വിദേശകാര്യ, വ്യോമയാന, ആഭ്യന്തര മന്ത്രാലയങ്ങൾക്കും എയർ ഇന്ത്യ, ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ എന്നീ വിഭാഗങ്ങൾക്കും വിദേശകാര്യമന്ത്രി നന്ദി അറിയിച്ചു. ഗൾഫ് മേഖലയിൽ നിന്ന് കൂടുതൽ പ്രവാസികളെ വിമാനമാർഗം നാട്ടിലെത്തിക്കുന്നതിനും ഇറാനിൽ കുടുങ്ങിപ്പോയ മീൻപിടുത്തക്കാരെ സമുദ്രമാർഗം നാട്ടിലെത്തിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ അടുത്ത മാസം ആദ്യത്തോടെ നടക്കുമെന്ന് അവലോകന യോഗത്തിന് ശേഷം വിദേശകാര്യമന്ത്രി ട്വിറ്ററിൽ അറിയിച്ചു. വിദേശത്തേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിന് എയർ ഇന്ത്യ ഉടൻ തന്നെ നേരിട്ടുള്ള ബുക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റുകളുമായി സഹകരിച്ച് ക്വാറന്റീൻ സൌകര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഇന്നലെ 2 വിമാനങ്ങളാണ് തിരുവനന്തപുരത്തെത്തിയത്. വിശദാംശങ്ങളുമായി ചന്തു എസ് നായർ ചേരും. വന്ദേ ഭാരതത്തിൻ്റെ 3ാം ഘട്ടം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത് ദുബായിൽ നിന്നുള്ള വിമാനം അത് 9:20 നിലം തൊട്ടു. 174 യാത്രക്കാരുമായിട്ടാണ് ദുബായിൽ നിന്നുള്ള വിമാനം ആദ്യം ഇറങ്ങിയത്. ഇതിൽ മുൻഗണനാ വിഭാഗത്തിൽ കുട്ടികളും മുതിർന്നവരും ഗർഭിണികളുമായിട്ടുള്ള 50ഓളം പേർ. അവർക്കാണ് പുറത്തിറങ്ങാനുള്ള അവസരം നൽകിയത്. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഉള്ള ആ നടപടികളിലേക്കാണ് നീങ്ങിയത്. തെർമൽ സ്കാനിങ്ങിന് ഇവരെ വിധേയമാക്കിയതിന് ശേഷം അവർ ക്വാറന്റൈനിൽ എത്തിക്കേണ്ടവരെ ക്വാറന്റൈനിലും വീടുകളിലേക്കും വിടുകയുണ്ടായി. ഇതിൽ നമുക്ക് പ്രധാനമായി എടുത്ത് പറയേണ്ടത് 4 പേർ രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇവരെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലേക്ക് പരിശോധനയ്ക്കായിട്ട് അയച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ വീടുകളിലേക്ക് ക്വാറന്റൈനിലേക്ക് വിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ വിമാനം എത്തിയത് അബുദാബിയിൽ നിന്നാണ്. 182 യാത്രക്കാരുമായിട്ടാണ്. അത് 11:20 നിലം തൊട്ടത്. അതിൽ 182 യാത്രക്കാരിൽ 50-ലധികം, അതായത് 55 പേർ മുൻഗണനാ വിഭാഗത്തിലുള്ളവരായിരുന്നു. മുതിർന്നവരും കുട്ടികളും അങ്ങനെയാണ്. അവരെയും തെർമൽ സ്കാനിങ്ങിലും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും എല്ലാം നൽകി അവരെ വീടുകളിലേക്കും അതോടൊപ്പം തന്നെ ക്വാറന്റൈനിലേക്കും വിടുന്നുള്ള സംവിധാനങ്ങൾ ആരോഗ്യ പ്രവർത്തനം ജില്ലാ ഭരണകൂടം ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അവരെ കൊണ്ടുപോകുന്നതിന് KSRTC ബസ്സുകളും ആംബുലൻസുകളും അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവരെ വീടുകളിലേക്കും വിടുന്നുണ്ട്. അങ്ങനെ സുരക്ഷിതമായ നടപടികളിലൂടെ വന്ദേ ഭാരത് മുന്നോട്ട് നീങ്ങുകയാണ്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഇന്നലെ കൊച്ചിയിലെത്തിയത് 3 വിമാനങ്ങൾ. 427 പ്രവാസികളാണ് 3 വിമാനത്തിലായി ഇന്നലെ നെടുമ്പാശ്ശേരിയിലെത്തിയത്. 16 ആഭ്യന്തര സർവീസും ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഉണ്ടായിരുന്നു.
വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി പ്രവാസികളുമായി 3 വിമാനങ്ങൾ കൂടി നെടുമ്പാശ്ശേരിയിലെത്തി. എയർ ഇന്ത്യ എക്സ്പ്രസ്, ജസീറ എയർവേസ് വിമാനങ്ങളാണ് പ്രവാസികളുമായി എത്തിയത്. കുവൈറ്റിൽ നിന്നും പൊതുമാപ്പ് ലഭിച്ച 150 പേരാണ് ജസീറ എയർവേസിൽ നാട്ടിലെത്തിയത്. ഇന്നലെ രാത്രി 8:20 ഇവരുമായി വിമാനം നെടുമ്പാശ്ശേരിയിലെത്തിയത്. 150 പേരുമായി മറ്റൊരു ജസീറ വിമാനം കൂടി ഇന്ന് നെടുമ്പാശ്ശേരിയിലെത്തും. പൊതുമാപ്പിന് അർഹരായവരെ കുവൈറ്റ് സർക്കാർ സൗജന്യമായാണ് നാട്ടിലെത്തിക്കുന്നത്. പൊതുമാപ്പ് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇവർ കുവൈറ്റ് സർക്കാർ ഒരുക്കിയ താൽക്കാലിക ഷെൽട്ടറുകളിൽ കഴിഞ്ഞുവരികയായിരുന്നു. ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്നും 100 മലയാളികളുമായി എയർ ഇന്ത്യ വിമാനം ഇന്നലെ വൈകിട്ട് 5:25 നെടുമ്പാശ്ശേരിയിലെത്തിയത്. ദുബായിൽ നിന്നുള്ള 177 യാത്രക്കാരുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വൈകിട്ട് 5:50 നെടുമ്പാശ്ശേരിയിലെത്തിയിരുന്നു. ഉക്രൈനിൽ നിന്നുള്ള മലയാളികളുമായി ഇന്നലെ എത്തേണ്ട എയർ ഇന്ത്യ വിമാനം ഇന്നത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അയർലൻഡിൽ നിന്നുള്ള 125 മലയാളികളുമായി ഡബ്ലിൻ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനം ഇന്ന് വൈകിട്ട് 5:45 നെടുമ്പാശ്ശേരിയിലെത്തും. 16 ആഭ്യന്തര സർവീസുകളും ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഉണ്ടായിരുന്നു. 7 സർവീസുകൾ നെടുമ്പാശ്ശേരിയിലേക്ക് വന്നതും 9 സർവീസുകൾ ഇവിടെ നിന്ന് പുറപ്പെട്ടതുമാണ്. സലീം, ദൂരദർശൻ ന്യൂസ്, കൊച്ചി. കണ്ണൂരിലേക്ക് ഇന്നലെ 2 വിമാനങ്ങളാണ് സർവീസ് നടത്തിയത്. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളാണ് ഇന്നലെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയത്. വന്ദേ ഭാരത് മിഷൻ പ്രകാരം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്നലെ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നുമായി 366 യാത്രക്കാർ എത്തി. ഇതിൽ 16 കുട്ടികളും ഉൾപ്പെടും. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് ദുബായിൽ നിന്ന് വിമാനം എത്തിയത്. രാത്രി 12 മണിയോടെ അബുദാബി വിമാനവും എത്തിച്ചേർന്നു. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരെ അഞ്ചരക്കണ്ടി കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലും മറ്റുള്ളവരെ കോവിഡ് കെയർ സെൻ്ററുകളിലും വീടുകളിലും നിരീക്ഷണത്തിൽ പാർപ്പിച്ചു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ദുബായിൽ നിന്നും നാളെ പുലർച്ചെ 1:15 ഡൽഹി വഴി താജിക്കിസ്ഥാനിൽ നിന്നുമുള്ള ഫ്ലൈറ്റും കണ്ണൂരിലെത്തുന്നുണ്ട്. 510 പ്രവാസികളാണ് 3 വിമാനങ്ങളിലായി വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി കരിപ്പൂരിൽ എത്തിയത്. വിശദമായ ആരോഗ്യ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി 20 പേരെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ എത്തിച്ചു. മറ്റുള്ളവരെ ക്വാറന്റീൻ കേന്ദ്രങ്ങളിലും വീടുകളിലുമായി കർശന നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് ബാബു ചേരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടെ കരിപ്പൂരിലെത്തിയ ദുബായ് വിമാനത്തിൽ 187 പ്രവാസികളാണ് നാട്ടിലെത്തിയത്. വിശദമായ ആരോഗ്യ പരിശോധനയിൽ 6 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി. ഇവരിൽ 4 പേരെ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 53 പേരെ വിവിധ കോവിഡ് കെയർ സെന്ററുകളിൽ എത്തിച്ചു. 32 ഗർഭിണികളടക്കം 128 പേരെ സ്വന്തം വീടുകളിൽ ആരോഗ്യവകുപ്പിന്റെ കർശന നിരീക്ഷണത്തിലാക്കി. ഇന്ന് രാത്രി 11 കുവൈറ്റിൽ നിന്നുള്ള ജസീറ എയർവേസ് വിമാനം 144 യാത്രക്കാരുമായി കരിപ്പൂരിലെത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയ ഒരാളെ ആശുപത്രിയിലേക്കും മറ്റ് 143 പേരെ വിവിധ ജില്ലകളിലെ കോവിഡ് കെയർ സെന്ററുകളിലേക്ക് മാറ്റി. രാത്രി 11:30 എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ബഹ്റൈൻ വിമാനത്തിൽ 179 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ആരോഗ്യ പരിശോധനയിൽ ഗൗരവതരമായ ആരോഗ്യ പ്രശ്നം കണ്ടെത്തിയ 13 പേരെ കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്കായി മാറ്റി. 75 പേരെ കോവിഡ് കെയർ സെന്ററുകളിലും 89 പേരെ വീടുകളിലും കർശന നിരീക്ഷണത്തിലാക്കി. ഉറ്റവരെ കോവിഡ് മഹാമാരിയിൽ രക്ഷിക്കാനുള്ള നാടിന്റെ പ്രാർത്ഥന സഫലമാക്കുകയാണ് വന്ദേ ഭാരത് ദൗത്യം. ഒപ്പം പൗരന്മാരോടുള്ള രാജ്യത്തിന്റെ കരുതലിന്റെ നേർസാക്ഷ്യവും. രാജ്യത്ത് ഇതുവരെ അതിഥി തൊഴിലാളികൾക്കായി 3060 പ്രത്യേക ശ്രമിക് ട്രെയിനുകൾ സർവീസ് നടത്തി. 40 ലക്ഷത്തോളം അതിഥി തൊഴിലാളികളെ സ്വന്തം നാടുകളിലേക്ക് എത്തിക്കാൻ ഇതുവരെ റെയിൽവേക്ക് സാധിച്ചതിൽ മന്ത്രി പീയൂഷ് ഗോയൽ സംതൃപ്തി പ്രകടിപ്പിച്ചു. The Indian Railways has been working day and night since 1st May to ensure safe and comfortable passage for the migrants. We started on 1st May with 5,000 people being moved in 4 trains. Now we are moving about close to 5 lakh people every day. എല്ലാ സംസ്ഥാനങ്ങളും റെയിൽവേയുമായി സഹകരിച്ച് അതിഥി തൊഴിലാളികളെ സ്വന്തം നാടുകളിൽ എത്തിക്കാൻ സഹായിക്കണമെന്ന് മന്ത്രി ട്വിറ്ററിലൂടെ അഭ്യർത്ഥിച്ചു. ഈ മാസം 1 മുതലാണ് രാജ്യത്ത് ശ്രമിക് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഡൽഹി, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് കൂടുതൽ ശ്രമിക് ട്രെയിനുകൾ സർവീസ് നടത്തിയത്. ഉത്തർപ്രദേശ് 245 ബീഹാർ 846 ശ്രമിക് ട്രെയിനുകളാണ് ഏർപ്പെടുത്തിയത്. ശ്രമിക് ട്രെയിനുകൾക്ക് പുറമെ ഇക്കാലയളവിൽ ന്യൂഡൽഹിയിൽ നിന്ന് 15 പ്രത്യേക ട്രെയിനുകളും സർവീസ് ആരംഭിച്ചു. അടുത്ത മാസം 1 മുതൽ 200 ട്രെയിനുകൾ കൂടി സർവീസ് നടത്തും. പത്തനംതിട്ട ജില്ലയിൽ നിന്നും അതിഥി തൊഴിലാളികളുമായി ശ്രമിക് ട്രെയിൻ ഝാർഖണ്ഡിലേക്ക് യാത്ര തിരിച്ചു. തിരുവല്ല സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ട്രെയിനിൽ 506 യാത്രക്കാരാണ് ജില്ലയിൽ നിന്നുള്ളത്. ട്രെയിനിലെ യാത്രക്കാർക്ക് ഭക്ഷണ കിറ്റുകളും കുടിവെള്ളവും മാസ്കും സാനിറ്റൈസറും നൽകിയാണ് അധികൃതർ യാത്രയാക്കിയത്. ലോക്ഡൌൺ ആരംഭിച്ച ശേഷം തിരുവല്ലയിൽ നിന്നുള്ള ആദ്യ ട്രെയിനാണ് ഇന്നലെ യാത്ര തിരിച്ചത്.
കോട്ടയം ജില്ലയിൽ നിന്നുള്ള 1464 അതിഥി തൊഴിലാളികൾ പശ്ചിമബംഗാളിലേക്ക് മടങ്ങി. പശ്ചിമബംഗാളിലെ മാൾഡയിലേക്കുള്ള ട്രെയിൻ ഇന്നലെ വൈകുന്നേരം 6:45 പുറപ്പെട്ടത്. മുൻകൂട്ടി തയ്യാറാക്കിയ പട്ടികയനുസരിച്ച് തൊഴിലാളികളെ വിവിധ താലൂക്കുകളിൽ നിന്നും KSRTC ബസ്സുകളിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. ഇന്ന് രാത്രി 9:15 എറണാകുളത്തു നിന്നും അഗർത്തലയിലേക്ക് പോകുന്ന ട്രെയിനിൽ കോട്ടയം ജില്ലയിൽ നിന്ന് 52 തൊഴിലാളികൾ മടങ്ങും. ത്രിപുര സ്വദേശികളായ 26 പേരും അരുണാചൽ പ്രദേശിൽ നിന്നുള്ള 24 പേരും മേഘാലയക്കാരായ 2 പേരും ഇതിൽ ഉൾപ്പെടുന്നു. 2 KSRTC ബസ്സുകളിൽ ഇവരെ എറണാകുളത്തെത്തിക്കും. നാളെ ഝാർഖണ്ഡിലേക്കും 29 പശ്ചിമബംഗാളിലേക്കും കോട്ടയത്ത് നിന്ന് അതിഥി തൊഴിലാളികൾക്കായി ട്രെയിനുകൾ സർവീസ് നടത്തും. കോവിഡ് രോഗമുക്തി നിരക്ക് മാർച്ചിൽ 7.1% ഇപ്പോൾ 41% വർദ്ധിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ. കൃത്യസമയത്ത് ലോക്ഡൌൺ നടപ്പാക്കിയതിനാലാണ് ഇന്ത്യയിൽ കോവിഡ് വ്യാപനം കുറയ്ക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. अब देश में 60,490 पीपल रिकवर हो गए हैं और उसके साथ ही जो हमारा रिकवरी रेट 7.1% करीब मार्च में था वह बढ़ते बढ़ते 11.42%, जबकि हमने सेकेंड लॉकडाउन शुरू किया. थर्ड लॉकडाउन शुरू करने के समय पर वह बढ़कर 26.59% हुआ और आज हम देख रहे हैं कि फील्ड में एफर्ट्स करने की वजह से वह लॉकडाउन के इस प्रेजेंट टाइम में बढ़कर 41.61% हो चुका है. इसके साथ ही കോവിഡ് ചികിത്സയ്ക്ക് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഗുണകരമാണെന്നും എന്നാൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്ന് ഉപയോഗിക്കാവൂ എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകത്തിൽ ഏറ്റവും കുറവ് കോവിഡ് മരണനിരക്കുള്ള രാജ്യം ഇന്ത്യയാണ്. രാജ്യത്ത് ഇതുവരെ 60,490 പേർ കോവിഡ് രോഗമുക്തരായതായും രോഗമുക്തി നിരക്ക് 41.61% വർദ്ധിച്ചതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2,769 പേരാണ് രോഗമുക്തരായത്. 146 പേർ മരണമടഞ്ഞു. ലോകത്താകെ 1 ലക്ഷം കോവിഡ് രോഗികളിൽ 4.5% മരണനിരക്കെങ്കിൽ ഇന്ത്യയിലെ ഇത് 0.3% അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് 430 ഗവൺമെന്റ് ലബോറട്ടറികൾക്ക് പുറമെ 182 സ്വകാര്യ ലബോറട്ടറികളും കോവിഡ് പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ ബൽറാം ഭാർഗവ അറിയിച്ചു. പ്രതിദിനം 1,10,000 കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 28th February we had 14 public labs. 31st of March we had 125 public labs and 52 private labs. And today as we speak we have about 612 labs, out of which 480 are public labs and 182 are private labs. And we also have the TrueNat and the CBNat, etc. being used for testing. We have also increased, initially in the month of February we were just screening and testing travelers who returned. Now we are testing travelers, healthcare workers and frontline workers who are symptomatic, SARI patients who are symptomatic, ILI patients symptomatic. We have also adding clusters, women in labor, symptomatic ILI among returnees and hospitalized ILI patients and also contacts. So now we have ramped up. സുതാര്യതയും സ്വകാര്യതയും സുരക്ഷയുമാണ് ആരോഗ്യ സേതു ആപ്പിന്റെ മുഖമുദ്രയെന്ന് നീതി ആയോഗ് CEO അമിതാഭ് കാന്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യ സേതു ആപ്പിന്റെ സോഴ്സ് കോഡ് പൊതുജനത്തിന് ലഭ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചു. ആപ്പ് ഓപ്പൺ സോഴ്സ് ആയതോടെ സ്വതന്ത്ര നിരീക്ഷകർക്ക് ആപ്പ് പഠിക്കുവാനും മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാനും വഴിതെളിയും. കഴിഞ്ഞ 41 ദിവസത്തിനകം ആരോഗ്യ സേതു ആപ്പ് 100 മില്യൺ ഡൌൺലോഡുകൾ പിന്നിട്ടുവെന്നും 12 ഭാഷകളിൽ IVR സേവനം ലഭ്യമാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. Arogya Setu, India's COVID-19 contact tracing, syndromic mapping and self-assessment mobile application is now open source. Transparency, privacy and security have been the core design principles of Arogya Setu since its inception, and opening the source code up to the developer community signifies Government of India's continuing commitment to these principles. COVID-19 രോഗികളെ കണ്ടെത്തുന്നതിനും അവരെ നിരീക്ഷിക്കുന്നതിനുമാണ് ആരോഗ്യ സേതു ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നലെ 67 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഉയർന്ന കണക്കാണിത്. കോവിഡ് അവലോകന യോഗത്തിന് ശേഷം വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗികളിൽ 27 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. തമിഴ്നാട്ടിൽ നിന്ന് 9, മഹാരാഷ്ട്രയിൽ നിന്ന് 15, ഗുജറാത്തിൽ നിന്ന് 5,
കർണാടകയിൽ നിന്ന് 2, പോണ്ടിച്ചേരി, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തർക്കും 7 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗം പകർന്നത്. പാലക്കാട് 29 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് 67 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10 പേർക്ക് ഫലം നെഗറ്റീവായിട്ടുണ്ട്. പോസിറ്റീവായത് പാലക്കാട് 29, കണ്ണൂർ 8, കോട്ടയം 6, മലപ്പുറം, എറണാകുളം 5 വീതം, തൃശ്ശൂർ, കൊല്ലം 4 വീതം, കാസർഗോഡ്, ആലപ്പുഴ 3 വീതം. ഈ പോസിറ്റീവായവരിൽ 27 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. 10 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കോട്ടയം, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള 3 പേർക്ക് വീതവും ആലപ്പുഴയിലെ ഒരാൾക്കും കോഴിക്കോട്ടെ 2 പേരും രോഗമുക്തരായി. 68 ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ സംസ്ഥാനത്താകെയുള്ളത്. പുതുതായി 9 സ്ഥലങ്ങൾ കൂടി ഹോട്ട്സ്പോട്ടുകളായി. കണ്ണൂർ 2, കാസർഗോഡ് 3, പാലക്കാട് 1, ഇടുക്കി 1, കോട്ടയം 1. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. സംസ്ഥാനത്ത് കോവിഡ് രോഗപ്രതിരോധം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും പുറത്തുനിന്നെത്തുന്ന തൊഴിലാളികൾക്ക് പ്രത്യേക പരിശോധന നടത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തൊഴിലുടമയാണ് പരിശോധനയ്ക്കുള്ള സൌകര്യമൊരുക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടതില്ല. കൂടുതൽ ഫ്ലൈറ്റുകൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നുണ്ട്. ആളുകളെ കൊണ്ടുവരുമ്പോൾ മുൻഗണനാ വിഭാഗത്തിലുള്ളവരെ ആദ്യം പരിഗണിക്കണം. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എംപിമാരുമായും MLAമാരുമായി നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി വാർഡ് തലത്തിൽ വാർഡ് മെമ്പറുടെ അധ്യക്ഷതയിൽ പ്രത്യേക ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ 3,80,000 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 2,16,000 പേർക്ക് പാസ് നൽകി. പാസ് ലഭിച്ച 1,01,779 പേർ വന്നു കഴിഞ്ഞു. കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കോവിഡ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 19 ലബോറട്ടറികളിൽ ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യ ദൌത്യം മുഖാന്തരം 150 താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. നിലവിൽ സമൂഹ വ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും കൂടുതൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. വിവാഹ ചടങ്ങുകളിൽ 50 പേരും മരണാനന്തര ചടങ്ങുകളിൽ 20 പേരും മാത്രമേ പങ്കെടുക്കാവൂ. പൊതുസ്ഥലങ്ങളിലെ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം. ATM കൌണ്ടറുകളിൽ സാനിറ്റൈസർ ഉറപ്പാക്കാൻ ബാങ്കുകൾ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്തർജില്ലാ യാത്രകൾ വൈകാതെ പുനരാരംഭിക്കാനാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. കോവിഡ് പ്രതിരോധ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഈ സാഹചര്യത്തിൽ യോഗത്തിൽ മൌനം പാലിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഫോൺ കോളോ ഇമെയിലോ വന്നിരുന്നുവെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുൻ നിശ്ചയിച്ച യോഗങ്ങൾ ഉണ്ടായിരുന്നത് മാറ്റിവെച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറാകുമായിരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. MPമാരുടെയും MLAമാരുടെയും യോഗത്തിലേക്ക് കേന്ദ്രമന്ത്രി വി മുരളീധരനെ സംസ്ഥാന ഗവൺമെന്റ് ഔദ്യോഗികമായി നേരിട്ട് ക്ഷണിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുരളീധരൻ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പങ്കെടുക്കണമെന്ന് ഗവൺമെന്റിന് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഫോണിലെങ്കിലും വിളിച്ച് സാന്നിധ്യം ഉറപ്പാക്കണമായിരുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. വി മുരളീധരൻ യോഗത്തിൽ മുഴുവൻ സമയം പങ്കെടുത്തില്ലെന്ന് പറഞ്ഞ് വിമർശനം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രവാസികളെ തിരികെ എത്തിക്കുന്നതിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്വീകരിക്കുന്ന നടപടികളാണ് കേരളത്തിന് ഇപ്പോൾ ആശ്വാസകരമാകുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിനെതിരെ മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതകൾക്ക് നിരക്കാത്തതും വില കുറഞ്ഞതുമാണെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചു. മത്സ്യോത്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പുരോഗതിയിലെത്തിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ബുക്ക്ലെറ്റിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മത്സ്യോത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് 2015 നരേന്ദ്രമോദി ഗവൺമെന്റാണ് നീല വിപ്ലവത്തിന് തുടക്കം കുറിച്ചതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. तो जो वहां से पोस्ट हार्वेस्ट होता है 20 से 25% लॉस होता है. जब ये फैक्ट्री वेसिल होगा तो वो लॉस भी कमेगा. 12 दिन के बदले 15 दिन 18 दिन तक वो, क्योंकि ये जो फैक्ट्री वेसिल होगा
इसमें तेल भी होगा, अन्य चीज होगा जो उनके तेल कमेंगे, तो फैक्ट्री वेसिल भी एक क्लस्टर रूप में रहेगा कितने बोट पर। तो हम टेक्नोलॉजी മത്സ്യ കയറ്റുമതിയിൽ ലോകത്ത് 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളതെന്നും രാജ്യത്തെ മത്സ്യോൽപാദനം ഹെക്ടറിന് 5 ടൺ എന്ന നിലയിൽ വർദ്ധിപ്പിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയ്ക്ക് 8,000 കിലോമീറ്റർ തീരദേശവും 22 ലക്ഷം ഹെക്ടർ ശുദ്ധജല തടാകങ്ങളുമാണുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യസാന്നിധ്യം തിരിച്ചറിയുന്നതിന് ഫിഷിംഗ് മാപ്പിംഗ് സംവിധാനം നടപ്പാക്കി വരുന്നതായും അദ്ദേഹം അറിയിച്ചു. മത്സ്യബന്ധനം സുഗമമാക്കാൻ തമിഴ്നാടിന് 300 ആഴക്കടൽ മത്സ്യബന്ധന നൌകകൾ നൽകിയിട്ടുണ്ട്. മത്സ്യോൽപാദന മേഖലയ്ക്കായി 50,000 കോടി രൂപ മാറ്റിവെക്കുമെന്നും ഗിരിരാജ് സിംഗ് അറിയിച്ചു. രാജ്യത്തെ കോവിഡ് രോഗവ്യാപനത്തിന്റെ ഇരട്ടിക്കൽ നിരക്ക് കുറഞ്ഞത് വലിയ നേട്ടമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. 80 കോടി ജനങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സൌജന്യ റേഷൻ കൈപ്പറ്റിയത്. രാജ്യത്തെ 20 കോടി വനിതകൾക്ക് കേന്ദ്ര സഹായം ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിയെന്നും കർഷകർക്ക് 2,000 രൂപ വീതം നൽകിയതായും കേന്ദ്രമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 80 करोड़ लोगों को जिनको फूड सिक्योरिटी लागू है, उनको 25 किलो चावल या गेहूं और 5 किलो दाल 5 महीने के लिए फ्री दिया है, फ्री। 10 करोड़ जो प्रवासी मजदूर है जिनके पास राशन कार्ड नहीं है, उनको 10 किलो अनाज और 2 किलो दाल मुफ्त में दी गई है। माइग्रेंट लेबर, अरे भाई प्रवासी मजदूरों को 3,000 स्पेशल ट्रेन से 45 लाख मजदूरों को अपने घर सुरक्षित पहुंचाया भारतीय रेलवे ने। ലോക്ഡൌൺ ആരംഭിച്ചതിന് ശേഷം 3,000-ഓളം ട്രെയിനുകളിലായി 45 ലക്ഷത്തോളം തൊഴിലാളികളെ അവരുടെ നാട്ടിലെത്തിക്കാനായത് ചരിത്രപരമായ നേട്ടമാണ്. ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട സമയത്ത് ഗവൺമെന്റിനെതിരെ തെറ്റായ പ്രചാരണം നടത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ലോക്ഡൌൺ പരാജയമാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. 2ാം NDA ഗവൺമെന്റിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ബിജെപി രാജ്യവ്യാപകമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമൊട്ടാകെ ബിജെപി വിർച്വൽ റാലികളാണ് സംഘടിപ്പിക്കുന്നത്. ഇതിനു പുറമെ 1000-ഓളം ഓൺലൈൻ സമ്മേളനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. 1ാം വർഷം പൂർത്തിയാക്കുന്ന ഈ മാസം 30-നാണ് പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത്. ഓരോ സംസ്ഥാനത്തും 2 വെർച്വൽ റാലികളാണ് സംഘടിപ്പിക്കുന്നത്. ബിജെപി ഗവൺമെന്റിന്റെ ഭരണനേട്ടങ്ങളും സുപ്രധാന തീരുമാനങ്ങളും രാജ്യത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും ജനങ്ങളിൽ എത്തിക്കണമെന്ന് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. രാജ്യത്തുടനീളം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറക്കുന്നത് നിരോധിച്ചിരിക്കുകയാണെന്നും കേന്ദ്രം വ്യക്തമാക്കി. ചില മാധ്യമങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. ഇതു സംബന്ധിച്ച വിശദീകരണമാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം യാതൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ലോക്ഡൌണിനെ തുടർന്ന് മാറ്റിവെച്ച SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്നലെ തുടക്കമായി. രാവിലെ ഹയർ സെക്കൻഡറി പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം SSLC പരീക്ഷയുമാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളെ കർശന പരിശോധനകൾക്ക് ശേഷമാണ് സ്കൂളുകൾക്കുള്ളിൽ പ്രവേശിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെ സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കെ ജീവൻ ബാബു സന്ദർശിച്ച് പരീക്ഷാ നടത്തിപ്പ് വിലയിരുത്തി. കോവിഡ്-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് പരീക്ഷകൾ നടക്കുന്നത്. 4,22,450 പേരാണ് SSLC പരീക്ഷ എഴുതുന്നത്. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നിവിടങ്ങളിലായി SSLCക്ക് 2,945 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഹയർ സെക്കൻഡറിക്ക് 2,032 കേന്ദ്രങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 389 കേന്ദ്രങ്ങളുമുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത് 56,345 വിദ്യാർത്ഥികളാണ്. SSLC പരീക്ഷ നാളെ അവസാനിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷ ഈ മാസം 30-നാണ് അവസാനിക്കുക. കർശന നിയന്ത്രണങ്ങൾക്കിടയിൽ കണ്ണൂർ ജില്ലയിൽ വിദ്യാർത്ഥികൾ SSLC VHSC പരീക്ഷ എഴുതി. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ആശങ്കകൾക്ക് ഇട നൽകാതെയാണ് മാറ്റിവെച്ച ആദ്യ പരീക്ഷ നടന്നത്. ക്വാറന്റൈൻ ചെയ്യപ്പെട്ട വീടുകളിൽ നിന്നുള്ള 19 വിദ്യാർത്ഥികൾ SSLC പരീക്ഷയും 14 പേർ VHSC പരീക്ഷയും എഴുതി. ഇവരെ പ്രത്യേക മുറികളിലാണ് പരീക്ഷ എഴുതിച്ചത്. പരീക്ഷാനുഭവത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. പരീക്ഷ നല്ല തന്നെ. മാസ്ക് ഇട്ടിട്ട് അനുഭവമില്ലാത്ത ശീലമാണ്. ഇത് പരീക്ഷയെല്ലാം എളുപ്പമായിരുന്നു, എന്നാലും ചെറിയ അസ്വസ്ഥതകളുണ്ടായിരുന്നു. പരീക്ഷ പറഞ്ഞാൽ തന്നെ നല്ല എളുപ്പമായിരുന്നു. മാസ്ക് ഇട്ടുകൊണ്ട് ശ്വാസം എടുക്കാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് മാസ്ക് ഇട്ടിട്ട് എഴുതുന്നത്. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പരീക്ഷ എഴുതി. പിന്നെ ആദ്യമായിട്ടാണ് മാസ്കെല്ലാം ഇട്ട് പരീക്ഷ, അതുകൊണ്ട് കുറച്ച് അസ്വസ്ഥതകളുണ്ടായി, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. മാസ്ക് ഇട്ട് പരീക്ഷ എഴുതിയാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ നല്ല പരീക്ഷയായിരുന്നു.
കയറുമ്പോൾ തന്നെ 1 മീറ്റർ അകലം പാലിച്ച് സ്ക്രീനിങ് നടത്തിയിട്ടാണ് ക്ലാസ്സിലേക്ക് കയറ്റിയത്. എന്നിട്ട് ക്ലാസ്സിലേക്ക് കയറ്റിയപ്പോൾ അവിടെ തന്നെ എല്ലാവരും അവരവരുടെ സീറ്റിലിരുന്നിട്ടാണ് പരീക്ഷ എഴുതിയിന്. പിന്നെ പോകുമ്പോൾ വരുമ്പോഴല്ലോ നമുക്ക് കൈ കഴുകാൻ സാനിറ്റൈസർ വന്നിന്. ഭയങ്കര സുരക്ഷിത. പിന്നെ മാസ്ക് ഇട്ട് 2.5 മണിക്കൂർ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് ഇരിക്കുമ്പോൾ നല്ല അസ്വസ്ഥതയായിരുന്നു. വിവാഹത്തിനും മരണാനന്തര ചടങ്ങുകളിലും നിയമം ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി ഓർഡിനൻസ് പ്രകാരം നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. ഗവൺമെന്റ് നിശ്ചയിച്ചതിലും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്താൽ നിയമലംഘകർക്കെതിരെ നടപടി സ്വീകരിക്കും. സാമൂഹിക അകലവും സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ പ്രവർത്തിക്കുന്ന ചായക്കടകൾ, ജ്യൂസ് സ്റ്റാളുകൾ എന്നിവയ്ക്കെതിരെയും നടപടിയെടുക്കും. ലോക്ഡൌൺ ലംഘനങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ DGP ജില്ലാ പോലീസ് മേധാവിമാരോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. വീട്ടുനിരീക്ഷണം ലംഘിക്കുന്നവരെയും വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ യാത്ര ചെയ്യുന്നവരെയും കണ്ടെത്താൻ പോലീസ് മിന്നൽ പരിശോധന നടത്തും. ബൈക്ക് പട്രോൾ, ഷാഡോ പോലീസ് എന്നിവരുടെ സഹായം ഇതിനായി ഉപയോഗിക്കും. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ്, മാസ്ക് എന്നിവ ഉപയോഗിക്കാത്തവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗജന്യ ക്വാറന്റീൻ നിർത്തലാക്കിയ ഗവൺമെന്റ് നടപടി പ്രവാസികളോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തൊഴിൽ നഷ്ടമായി മടങ്ങുന്നവർ ഉൾപ്പെടെ നിശ്ചിത ദിവസത്തെ ഗവൺമെന്റ് ക്വാറന്റീൻ ചെലവ് വഹിക്കണമെന്ന നിലപാട് പ്രതിഷേധാർഹമാണ്. വിമാനയാത്ര ടിക്കറ്റ് ചാർജിനത്തിൽ ഉയർന്ന തുക നൽകിയാണ് ഓരോ പ്രവാസിയും നാട്ടിലേക്ക് ഈ ദുരിതകാലത്തെത്തുന്നത്. പിണറായി ഗവൺമെന്റിന്റെ പ്രവാസി സ്നേഹം വെറും തട്ടിപ്പാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിലായെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഗുജറാത്തിലെ സൂററ്റിൽ നിന്നും ബീഹാറിലെ നിവാസിലേക്കുള്ള ട്രെയിൻ 9 ദിവസം കൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതെന്ന മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് PIB ഫാക്ട് ചെക്ക്. യാത്രയ്ക്കിടെ ഒരു കുട്ടി മരണമടഞ്ഞതായും വ്യാജ വാർത്തയിലുണ്ട്. എന്നാൽ ട്രെയിൻ 2 ദിവസം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നും അസുഖബാധിതനായ കുട്ടിക്ക് ചികിത്സ ലഭ്യമാക്കിയെന്നും മരണകാരണം പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാകുമെന്നും PIB ഫാക്ട് ചെക്ക് വ്യക്തമാക്കുന്നു. വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ pibfactcheck@gmail.com എന്ന ഇമെയിലിൽ വിവരം അറിയിക്കേണ്ടതാണ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഹോട്ടലുകൾ, താമസ സൗകര്യമൊരുക്കുന്ന മറ്റു സ്ഥാപനങ്ങൾ എന്നിവയുടെ അംഗീകാരവും റേറ്റിംഗും പുതുക്കുന്നതിനുള്ള കാലാവധി കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയം അടുത്ത മാസം 30 വരെ നീട്ടി. നിലവിലുണ്ടായിരുന്ന അംഗീകാരത്തിനുള്ള കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പുതുക്കാനായി അപേക്ഷിക്കുകയോ അംഗീകാരം 2020 മാർച്ച് 22 മുതൽ ലോക്ഡൌൺ തീരുന്നതുവരെയുള്ള കാലയളവിൽ അവസാനിക്കുകയോ ചെയ്യുന്നവർക്കായിരിക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ടൂർ ഓപ്പറേറ്റർമാർ, ട്രാവൽ ഏജന്റുമാർ, ടൂറിസ്റ്റ് വാഹന ഓപ്പറേറ്റർമാർ എന്നിവരുടെ അംഗീകാരം പുതുക്കുന്നതിന് 6 മാസത്തെ ഇളവ് കൂടി അനുവദിക്കും. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ പെട്ടെന്ന് ഇളവ് വരുത്തിയാൽ കോവിഡ് വ്യാപനം 2ാം തവണയും കുതിച്ചുയരുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും രോഗവ്യാപനം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിനുള്ള സമയമാണിതെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. Also cognizant of the fact that the disease can jump up at any time. We cannot make assumptions that just because the disease is on the way down now that it's going to keep going down and then we're going to get a number of months to get ready for a second wave. We may get a second peak in this wave. This happened during pandemics in the past. It certainly happened in the pandemic of 1919 and the Spanish flu. കോവിഡ് മഹാമാരിയുടെ പ്രഥമ ആഘാതമാണ് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഏതു സമയത്തും രോഗവ്യാപനം ഉച്ചസ്ഥായിലെത്താനുള്ള സാധ്യത ഏറെയാണെന്നും ലോകാരോഗ്യ സംഘടന എമർജൻസി മേധാവി മൈക്ക് റയാൻ പറഞ്ഞു. ലോകരാജ്യങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകത്ത് മിക്ക രാജ്യങ്ങളും ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ലോകാരോഗ്യ സംഘടന ശക്തമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലോകത്ത് കോവിഡ്-19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 56 ലക്ഷം കവിഞ്ഞു. 56,76,580 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 3.5 ലക്ഷം കടന്നു. 3,51,595 കോവിഡ് മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. 24,26,064 പേർ ഇതുവരെ രോഗമുക്തി നേടി. അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം 1 ലക്ഷം കടന്നു. ഇതുവരെ 1,544 പേരാണ് അമേരിക്കയിൽ മരണത്തിന് കീഴടങ്ങിയത്. സ്പെയിനിൽ 27,117 ബ്രിട്ടനിൽ 37,048 മരണസംഖ്യ. അതിനിടെ ബ്രസീലിലും റഷ്യയിലും കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. 4 ലക്ഷത്തിലധികം രോഗികളുള്ള ബ്രസീലിൽ ഇന്നലെ മാത്രം മരണമടഞ്ഞത് 990 പേരാണ്. ഇതോടെ ബ്രസീലിലെ മരണസംഖ്യ 24,512 ഉയർന്നു. മലയാളികൾ ഏറെ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലും കോവിഡ് രോഗവ്യാപനം വേഗത്തിലാണ്. 76,000-ലധികം രോഗികളുള്ള സൗദി അറേബ്യയിലെ മരണസംഖ്യ 411 ഉയർന്നു. ഖത്തർ 28, UAE 253, കുവൈറ്റിൽ 172, ബഹ്റിനിൽ 14, ഒമാനിൽ 37, ഇറാഖ് 169 എന്നിങ്ങനെയാണ് മരണസംഖ്യ. ഗൾഫ് മേഖലയിൽ മരിച്ചവരിൽ 125ഓളം മലയാളികളും ഉൾപ്പെട്ടിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 65ാം പതിപ്പാണിത്. ജനങ്ങൾക്ക് അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നമോ ആപ്പിലൂടെയും മൈ ജോവി എന്ന വെബ്സൈറ്റിലൂടെയും പങ്കുവയ്ക്കാം. അടുത്ത ഞായറാഴ്ചയോടെ അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ മധ്യകിഴക്കൻ ഭാഗങ്ങളിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച മുതൽ അടുത്ത മാസം 4 വരെ കേരളത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നൽകുന്ന കാലാവസ്ഥാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് തിരുവനന്തപുരം അടക്കം കേരളത്തിലെ ചില ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിൽ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ അരുവിക്കര ഡാം തുറക്കാൻ സാധ്യതയുള്ളതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെലനുമായി ചർച്ച നടത്തി. ഇന്ത്യൻ പൌരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ ഖത്തർ ഗവൺമെന്റ് വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് പ്രധാനമന്ത്രി. കൂടുതൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ വന്ദേ ഭാരത് ദൌത്യം 2ാം ഘട്ടം അടുത്ത മാസം 13 വരെ തുടരുമെന്ന് എസ് ജയശങ്കർ. ഇറാനിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നതായും കേന്ദ്രമന്ത്രി. ലോകത്തിൽ ഏറ്റവും കുറവ് കോവിഡ് മരണനിരക്കുള്ള രാജ്യം ഇന്ത്യയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗമുക്തി നിരക്ക് 41%-ലധികമായി ഉയർന്നു. ആരോഗ്യ സേതു ഇനി ഓപ്പൺ സോഴ്സ് ആപ്പ്. സുതാര്യതയും സ്വകാര്യതയും സുരക്ഷയും ആരോഗ്യ സേതു ആപ്പിന്റെ മുഖമുദ്രയെന്ന് നീതി ആയോഗ് സിഇഒ അമിതാഭ് കാന്ത്. സംസ്ഥാനത്ത് 67 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കേരളം ഇപ്പോൾ കോവിഡ് സമൂഹ വ്യാപന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ലെന്നും ജാഗ്രത തുടരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്ത് കോവിഡ്-19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 56 ലക്ഷം കവിഞ്ഞു. മരണസംഖ്യ 3.5 ലക്ഷം കടന്നു. അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം 1,544,000. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ദൂരദർശൻ വാർത്തകൾ ഇപ്പോൾ യൂട്യൂബിൽ തത്സമയം ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി ddmalayalam.org എന്ന വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിൽ, ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സന്ദർശിക്കുക. അടുത്ത ബുള്ളറ്റിൻ ഇനി 9 മണിക്ക്. നമസ്കാരം.